ജീവിതത്തിൽ വളരെ വളരെ നല്ല നമ്പ്യാരെ പെങ്ങളെ മകന്റെ ഭാര്യ കളയാൻ പാടില്ല. അയ്യോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് ആദ്യം ചെയ്തിരുന്നു എം.എൻ. നമ്പ്യാരുടെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. നമ്മുടെ എം.എൻ. നമ്പ്യാരുടെ വീട് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ്, ചെറുപഴശ്ശി എന്ന് പറഞ്ഞ സ്ഥലത്താണ് യഥാർത്ഥ വീട്. അപ്പോൾ അവിടുത്തെ കുടുംബക്കാരുടെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ചെറിയ കാഴ്ചയിലേക്ക് നമുക്കങ്ങ് പോവാം. പിന്നെ ആ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് കുത്തി പൊടിച്ചു കേട്ടോ, എന്നാലേ വീഡിയോ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസമായി സുഖമില്ലാത്തതുകൊണ്ട് എന്തെല്ലോ അസ്വസ്ഥമായിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കേ, ഇപ്പോഴാണുള്ളത് നമ്മുടെ എം.എൻ. നമ്പ്യാർ സാറിൻ്റെ മകൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവരോടും ഒന്ന് കുറച്ച് ചെറിയൊരു കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാം. ആരൊക്കെയാണ് ഒന്ന് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ഓക്കെ, ഒന്ന് പറഞ്ഞു. എം.എൻ. നമ്പ്യാരെ പെങ്ങളെ മകന്റെ ഭാര്യ പിന്നെ എന്റെ മോൻ നാരായണൻ. ഇത് മോന്റെ മോൻ അങ്കിത്. മോന്റെ മോൻ അങ്കിത്. ഏട്ടൻ ആരായിട്ട് വരുവാ? ഇളയ മകൻ. പെങ്ങളെ മകന്റെ മകൻ ഇവൻ മാധവൻ നമ്പ്യാരെ മകൻ. മാധവൻ നമ്പ്യാരെ മകൻ. എം.എൻ. നമ്പ്യാരെ പൂർണ്ണ പേര് എന്താ ശരിക്ക്? മഞ്ഞേരി നാരായണൻ നമ്പ്യാർ. അത് എല്ലാവർക്കും ഒന്നും അറിയുന്നില്ല. എം.എൻ. നമ്പ്യാരെന്ന് പറഞ്ഞു മഞ്ഞേരി നാരായണൻ നമ്പ്യാർ. അവരെല്ലാരും കൂട്ടമായിട്ട് അമ്മ പെങ്ങള് എല്ലാരും ഇവിടെ നിന്നവരാണ്. പിന്നെ അങ്ങനെ അമ്മോൻ അങ്ങ് പോയി. എല്ലാരും മരിച്ചു. വയസ്സായ ശേഷം മറ്റു അത്ര പേരെ വരലുണ്ട്. ഇങ്ങോട്ട് വരാറുണ്ടല്ലേ? വരും. എല്ലാരും മക്കളും ഭാര്യ എല്ലാരും ആയിട്ട് എല്ലാരും വരലുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകരില്ലെന്നും കാര്യങ്ങളൊന്നും പറയാൻ പറ്റുമോ? വീട് മുകളിലല്ലേ? ഞാൻ വീട് കാണിച്ചു. മേലെ ആയതുകൊണ്ട് നമുക്ക് മേലെ വയസ്സാകുമ്പോൾ കയറാൻ കഴിയില്ല. നമ്മൾ താഴെ ഇറങ്ങി. അങ്ങനെ എത്രാം വയസ്സിൽ അങ്ങേക്ക് പോയി? 7 വയസ്സ്. ഇവിടെ പഠിച്ച് പിന്നെ ഇത് പെങ്ങളെ ഭർത്താവിന്റെ വീടാണ്. അവരെ പിന്നെ എല്ലാരും ഇവിടെ വന്ന് നിന്നു. മേലത്തെ വീട്. പിന്നെ എല്ലാരും ഇവിടെ വന്ന് നിന്നു. പിന്നെ അത് പെങ്ങളെ ഭർത്താവാണ് അമ്മോനെ കൂട്ടിക്കൊണ്ടുപോയി പഠിപ്പിച്ച് പിന്നെ എല്ലാം ജോലി അങ്ങനെ ആയിട്ട് കഴിഞ്ഞത്. ഇത് ആരാണ് ഈ ഫോട്ടോ? മൂത്ത പെങ്ങളല്ലേ? പഠിച്ചത് ഈ പെങ്ങളെ ഭർത്താവാണ്. സാധാ വിദ്യാഭ്യാസം നാടകത്തിൽ പോയിരുന്നു. നാടകത്തിലൂടെ സിനിമയിലേക്ക് വന്നല്ലേ? അങ്ങനെയാണ് വന്നത്. നാടകത്തിലൂടെ 95 അവര് സിനിമയിൽ വന്നിട്ടുണ്ട്. 935 സിനിമയിലേക്ക് വന്നിട്ടുണ്ടല്ലേ? അവരെ ശരിയായിട്ടുള്ള വീട് എന്ന് പറഞ്ഞാൽ നമ്മള് മയിൽ പഞ്ചായത്തിൽ പെരുവങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അവരെ തറവാട്, മഞ്ഞേരി തറവാട്. അപ്പൊ ഈ വീട് എന്ന് പറഞ്ഞ ഇപ്പൊ നിങ്ങള് മൂത്ത പെങ്ങളെ വീടാണ് മാധവി എന്ന് പറഞ്ഞ മൂത്ത പെങ്ങളെ വീട്. അപ്പൊ എം.എൻ. നമ്പ്യാർ ഇവിടെ തന്നെ താമസിക്കും. 5 വയസ്സിൽ നിന്നതല്ലേ? അതെന്ന് വെച്ചാല് ഇവരെ ഈ മൂത്ത പെങ്ങളെ ഭർത്താവ് എം.എൻ. നമ്പ്യാർ അച്ഛന്റെ മരുമോനാണ്. ആ ഒരു ബന്ധുവും അടുത്ത ബന്ധുവും കൂടി ഉണ്ട്. ഇവരെ എം.എൻ. നമ്പ്യാർ അമ്മയും ഇവര് എല്ലാരും കൂടി ഇവിടെ ഇങ്ങനെ എം.എൻ. നമ്പ്യാർ ചേച്ചി ചേട്ടൻ എല്ലാരും കൂടി ഇവർ ഒന്നിച്ചാണ് ഇവിടെ 2 വീട് 80 കൊല്ലത്തിന് കുറെ കൊല്ലം 100 മേലും കൊല്ലായ വീടാണ് ഇത്. അല്ല, ഇവിടുന്ന് പോയതല്ലേ വലിയൊരു ആക്ടർ ആയത്? അത് പോയപ്പോ ഊട്ടിയിലല്ലേ? ഈ പറഞ്ഞ ഇവരെ ഭർത്താവിനെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛന്റെ അച്ഛന് അവർക്ക് അവിടെ ഊട്ടിയില് പിന്നെ കച്ചവടമായിരുന്നു ആ കാലത്തെ. പിന്നെ എം.എൻ. നമ്പ്യാർ അച്ഛന് ഊട്ടിയിൽ ഇവര് മുഖേനയാണ്, ഏച്ചി മുഖേനയാണ് എം.എൻ. നമ്പ്യാർ വലിയൊരു പോയതും. അവര് ഏച്ചിന്റെ കെയർ ഭർത്താവ് ഊട്ടിയിൽ കച്ചവടം. അങ്ങനെയാണ് അവിടുന്ന് പോയത്. ഇവരൊരു മൂത്തേട്ടന് ഒരു ചാത്തുകുട്ടിയും പറഞ്ഞു 2 പേര് അവിടെ. പിന്നെ അന്നേരം ഇവര് നാടക സംഗതിന്റെ മ്യൂസിക് ഇതെല്ലാം പഠിച്ചപ്പോ അങ്ങനെ മറ്റേ അമ്മാവൻ പറഞ്ഞ സമയത്ത് നമുക്ക് അറിഞ്ഞത് ആ അമ്മാവൻ പക്ഷെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ പിടിച്ചില്ലായിരുന്നു. തണുപ്പ് കൂടുതലായിരുന്നു. തിരിച്ചു വന്നു. മറ്റേ അവിടെ തന്നെ താമസിച്ചു. അങ്ങനെ 935 സിനിമയില്
പിന്നെ തുടങ്ങിയത്. തുടങ്ങിയതല്ലേ? ഈ അച്ഛന്റെ മരുപോലെയാണ് പിന്നെ മോൻ കല്യാണം കഴിച്ചത്. അച്ഛന്റെ ഇവരെ ഭർത്താവിന്റെ മരുവോള്. പണ്ട് കാലത്ത് എല്ലാം മരുമക്കളാണല്ല, അങ്ങോട്ട് കൊണ്ടാണ് കല്യാണം അല്ലേ? ഇപ്പൊ അത് കുറഞ്ഞു വന്നില്ല. അതെ, പറഞ്ഞു. ഏട്ടന്മാർ മരിച്ച സമയത്ത് ഏട്ടന്മാർ എല്ലാരും പോയിരുന്നു. പിന്നെ അതല്ല, അതിന് മരിക്കുന്ന മുന്നേ കുറച്ച് മുന്നേ വന്നിരുന്നു. അന്നേരം വരാറുണ്ടല്ലേ? ആരോഗ്യം ഉള്ള കാലത്തല്ല കൊറേ വയസ്സ് വരെ. അല്ല, അവിടുത്തെ ചെറുന്നേല് വീട്ടില് ഇടക്ക് വന്നിട്ട് പോകേയുള്ളൂ. പക്ഷെ ഇങ്ങോട്ടേക്ക് ആവില്ല, എപ്പോഴും വീഡിയോ നിക്കല്. ആ കാലത്ത് നമ്മള് പിന്നെ ചെക്കിക്കുളം എന്ന് പറഞ്ഞ ചെറുപത്തിനോട്ടല്ലേ ഒരു അവര് സ്പെഷ്യൽ വാഹനങ്ങളിൽ ആ കാലത്ത് വളരെ ഈ നാട്ടിലൊരു അവര് സിനിമയില് വലിയ വില്ലനാണെങ്കിലും ജീവിതത്തിൽ വളരെ വളരെ നല്ല ഇതുവരെ ഒരാൾ ദേഷ്യപ്പെടുന്ന വളരെ അത്രക്കും നല്ല എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടുണ്ടാവില്ല അങ്ങനത്തെ മനുഷ്യനാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ശബരിമല ഇങ്ങനെ വലിയ അങ്ങനെ പോകുന്ന ഭക്തനാണ്. അതന്നെ എത്രയോ കാലം മുന്നേ തന്നെ അയാള് പോകാൻ തുടങ്ങി. അവര് സിനിമേന്റെ ആ ഒരു കഴിഞ്ഞ അടുത്തായിട്ട് തന്നെ പോകാൻ തുടങ്ങി. പിന്നെ MGR ഇവിടെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് തോന്നുന്നു. MGR വന്നിട്ടുണ്ട്. MG രാമേന്ദ്രൻ അമ്മ മരിച്ച സമയത്ത് വന്നിരുന്നു. ഇവര് പറഞ്ഞ നമുക്കറിയില്ല. അതെ അതെ അതെ. അല്ല, ഏച്ചിക്ക് ആ ഒരു കാലഘട്ടത്തിൽ എല്ലാം ഏച്ചിക്ക് പറയാൻ പറ്റും. എന്റെ മൂന്നാമത്തെ മോളെ പ്രസവിച്ചിട്ട് കൂടെ വന്നിട്ട് അവർക്ക് പിന്നെ പൊന്നെല്ലാം കൊണ്ട് പറഞ്ഞാല് ജോലി അവരെ കമ്പനികളിലാണ് ആദ്യം ഫസ്റ്റ് ജോലി ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മരുമക്കളുടെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും നമ്മള് ബന്ധുക്കളിൽ നല്ല അത്ര നല്ല ഇതാണ്. വില്ലെന്ന് പറഞ്ഞാൽ സിനിമയിൽ മാത്രമേ ജീവിതത്തിൽ പറഞ്ഞാൽ നല്ലൊരു നമ്മളെ അടുത്തെല്ലാം മാതിരിയാണ് എല്ലാരും എല്ലാ ഒരു ഇതാണ് സംസാരിക്കും. നമ്മള് പൊതുവെ നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞ കുടുംബക്കാർ പരസ്പരം നല്ല ഒരു ഇതാണ്, കണക്ഷനാണ്. അതുപോലെ തന്നെ നമ്പ്യാർക്കും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരുമായിട്ട് നല്ല വർത്തമാനം ഇതാണെന്നുള്ളതാണ് കേട്ടത്. ഇങ്ങനെ പക്ഷെ എന്റെ കാലത്തൊന്നും അങ്ങനെ അധികമായിട്ട് വന്നില്ല. കാരണം നമ്മളേക്ക് അവര് കുറെ വയസ്സായി. കുറച്ചു കാലം വന്നിട്ടുണ്ട്. ഇപ്പൊ പിന്നെ 100ാം വാർഷികത്തില് അമ്മാവിന്റെ 100ാം വാർഷികത്തില് രണ്ടാമത്തെ മകനോട് വീട് വിതറി കാണാനും ഒക്കെ ആയിരുന്നു. നമ്മളിങ്ങനെ കാര്യങ്ങൾ പറയാനും വന്നിരുന്നു. നമ്മൾ വന്നിട്ട് മദ്രാസ് പോയി. ഞാനും പിന്നെ വെല്ലിച്ചന്റെ മകൻ വിജയൻ എന്ന് പറഞ്ഞവർ കൂടി നമ്മള് മദ്രാസ് നേരം പോയിരുന്നു. ആ സമയത്ത് കൊറോണക്കും മുന്നേ ആയിട്ട് 2000 ജസ്റ്റ് അതിന്റെ ജസ്റ്റ് മുന്നേ ആ സമയത്ത് നമ്മൾ പോയി. നമ്മൾ രണ്ടാളും പോയി. അതിലൊരു ഇതൊക്കെ വീഡിയോ ഇതൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിലെ. നോക്കട്ടെ ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങള്, പണ്ടത്തെ കാര്യങ്ങളില് പണ്ടത്തെ അനുഭവങ്ങള് നമ്മളെ പിന്നെ കൊറേ കാലം അങ്ങേക്ക് പോയല്ലോ അല്ലേ? അതൊരു വലിയൊരു കാര്യമല്ലേ? എന്റെ മൂത്ത മോൻ ഇപ്പൊ അമ്മായി മരിക്കുമ്പെല്ലാം ഓൻ പോയിട്ടുണ്ട്. അമ്മ മരിച്ചിട്ട് അവര് ഇപ്പൊ ഓൻ പോലുണ്ട്. മൂത്ത മോൻ അധികവും പോകും. പിന്നെ വേറെ പറഞ്ഞ് കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ചെറിയ അഭിമുഖം നമുക്ക് നിർത്താം. ഓക്കെ. അപ്പൊ വളരെ സന്തോഷം.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു കൊച്ചു വീഡിയോ ഞാൻ വയ്യാത്ത സമയത്തൊന്ന് പോയി എടുത്തതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്യ, ഒന്നാമത് മൊത്തത്തിൽ ഇപ്പം തന്നെ എനിക്ക് കുറച്ചൊരു അസ്വസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയിട്ട് എടുത്തതാണ്. അപ്പോൾ നല്ല നല്ല വീഡിയോ ഇനി ഒരുപാട് ചെയ്യാനുണ്ട്. ഈ ഒന്ന് അസുഖമെല്ലാം ഒന്ന് ഭേദമായിട്ടാകുമ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരും. അപ്പോൾ കുടുംബത്തോടൊപ്പം ഉള്ള ഒരു കാഴ്ച നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ കൊണ്ടൊന്ന് കുത്തി പൊടിക്കണം കേട്ടോ. എന്നാലും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ വയ്യ, നമുക്ക് അധികം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു കാഴ്ചയുമായി വരുമ്പോഴേക്കും ഓക്കെ, ബൈ ബൈ.